അത് വെച്ച് ചരിക്കേ ആലുവ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നമ്മൾ ഒട്ടനവധി സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീമൂലനഗരത്താണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ ഒട്ടനവധി ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. അഡ്വാൻസ് ബുക്ക് ചെയ്യൂ, മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷിക്കൂ. 1% മുതൽ കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 1 മുതൽ 17 വരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകില്ലേ? എന്നെ പോകും. ഓക്കെയാണ്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഒരു അക്രിലിക് ബോക്സിൽ നിന്ന് ഈ ഒരു ബാറ് പുറത്തേക്ക് എടുക്കണം. റെഡി അല്ലേ? നക്ഷത്രത്തിൽ പോകാറുണ്ടോ നിങ്ങള്? എങ്ങനെയുണ്ട് നക്ഷത്രത്തില്? അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യം ആരാണ് എടുക്കുന്നത്? ഓക്കെ, അടുത്താള്. മത്സരത്തിന്റെ ആവേശം കൂടി വരികയാണ് ശ്രീമൂലനഗരത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് പേരായി. നല്ലൊരു പ്രോത്സാഹനം കൊടുക്കും, നല്ലൊരു ഗൈഡ് കൊടുത്താൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ 4 സമ്മാനവും എത്രയും പെട്ടെന്ന് തന്നെ വിജയികളുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അടുത്ത ഒരാൾ റെഡിയാണ്. പറ്റുന്നില്ല. മത്സരം വലിയ ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോ 2 ആളോ ഒക്കെ ആയിരുന്നു തുടങ്ങിയപ്പോ, പക്ഷെ ഇപ്പോ ഒരുപാട് പേരല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും നക്ഷത്രയിൽ വന്ന് പർച്ചേസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ ഒട്ടനവധി ഓഫറുകളാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ബോക്സിൽ നിന്ന് ഈ ഒരു ബാർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. നല്ലൊരു കൈഡി കൊടുത്ത് എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേ. ചിലപ്പോ ഈ ചേട്ടനായിരിക്കും ആദ്യമായിട്ട് എടുക്കാൻ പോകും. നല്ലൊരു കൈഡി. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? 100 പേര് എടുത്തിട്ടുണ്ട്. 6 കിലോ ഉണ്ടെന്നത്. 6 കിലോ അല്ലേ തൂക്കം പറഞ്ഞത്? 6 കിലോ. അടുത്ത ആൾ കൊടുത്താലോ? അടുത്ത ചാൻസ് കൊടുക്കാം. അടുത്ത ആളുടെ പേരെന്ന് പറഞ്ഞേ. വീരൻ. ഇത് നമ്മുടെ നക്ഷത്രത്തിലേക്ക് ഒരാളാണ്. ഓക്കെ, അപ്പൊ നക്ഷത്രയുടെ ഒരു കസ്റ്റമർ ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇക്കായിരിക്കും എടുക്കാൻ സാധ്യത. ഇവിടെ വന്നിട്ട് ആരും എടുത്തിട്ടില്ല. ഹോളിത്തിരി വലുതാക്കേണ്ട വരുമോ? വിരാൻക ശ്രമിച്ചാ നടക്കും. ഒന്നും കൂടി. പരാജയപ്പെട്ടു. ഇനി അടുത്താള് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബ്രെഡിന്റെ പാക്കറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടോ? രണ്ടാമത് കൈ ഉപയോഗിക്കാൻ പാടില്ല. മറ്റേ കൈ തൊളച്ചിരി വലുതാക്കണോ? അടുത്ത പരിശ്രമത്തില് അടുത്ത കൈ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല, ഒരു കൈ ഉപയോഗിച്ചിട്ട് വേണം അതിൽ എടുക്കാൻ. ഓടിഞ്ഞൊന്ന് ഇവിടെ ഒരു വിരല് കൂടുതൽ. ഇപ്പുറത്തെ കൈ പിടിക്കരുത്. ഒരവസരം കൂടി. അടുത്ത ആൾ റെഡിക്കോ? ആ മോതിരിട്ടാണ് ഇപ്പൊ ശരിയാവും. അടുത്തത് തന്തവരിലും ഒരു പ്രശ്നമുണ്ടോ? ഓക്കെ, അടുത്ത ആൾ റെഡിക്കോളൂ. അടുത്ത ആരാണ്? കൈപ്പത്തിലേക്ക് വരുന്നത് അത് വരില്ല. വരില്ല. അടുത്ത ആള് നിൽക്കുന്നോ? പ്രൈസ് മിക്കവാറും അവനിക്കായിരിക്കും. പേരെന്താ ബ്രോ? റിയാസ് ആണ് ഈ ഒരു ബാർ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയാസ് ഒരു പക്ഷേ വിജയിക്കാനാണ് സാധ്യത.
അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കണം. റിയാസ് ആണ് എടുത്തത്. റിയാസിന് ഒരു സമ്മാനമുണ്ട്. അപ്പൊ നമ്മുടെ മത്സരത്തില് ആദ്യമായിട്ട് വിജയിച്ചത് റിയാസ് ആണ്. അപ്പൊ റിയാസിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. റിയാസ് ഓക്കെ, നല്ലൊരു വീഡിയോ എടുത്തു എല്ലാരും. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ മത്സരമൊക്കെ അവസാനിച്ചു. അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചേട്ടന്റെ വൈഫാണ്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? ഹർഷ. ഓക്കെ, ചേച്ചി ഒരു രണ്ടുപേരും പാട്ട് പാടാമല്ലോ. ഓക്കെ. കണ്ണും കണ്ണും തെരയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാളെ മനസ്സിൽ നിറയെ മണം തുറമ്പിയ മധുരനും പറഞ്ഞു കൈതപ്പൂവിൻ കണ്ണിക്കോറുമ്പിൻ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെരയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാളെ വിരൽ മനസ്സിൽ നിറയെ മണം തുറമ്പിയ മധുരനും താങ്ക് യു. ചേച്ചിക്കും ഒരു നല്ല സമ്മാനമുണ്ട്. ഓക്കെ.